സഹകാരി എന്താ വെച്ചാൽ ഞാൻ CSEB എക്സാം എഴുതാൻ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് സഹകാരിയിൽ. യൂട്യൂബിൽ ഞാൻ ആദ്യം കണ്ടത് രാജേഷ് സാറിന്റെ ക്ലാസ് ആയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ക്ലാസ് എടുക്കുന്നത്. ഞാൻ ബേസിക്കായിട്ട് ഫോളോ ചെയ്തത് സഹകാരിയുടെ റൂൾസ് തന്നെയാണ്. അതായത് പഠിക്കുക അത്രയേ ഉള്ളൂ. നമ്മള് എന്താ ഒരു അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ മടുപ്പ് വരും, തോറ്റു പോകുന്നുള്ള ഒരു ഫിയർ ഒക്കെ വരും. പക്ഷെ അവിടെ വെച്ചൊന്നും നിർത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സഹകാരി എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി അല്ലേ, പെരളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. മേഘ ഇസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ. അതായത് കേരള ബാങ്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 33ാമത്തെ റാങ്കാണ്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന, അതായത് 100-നകത്ത് വരുന്ന എല്ലാ റാങ്കുകളും വളരെ സ്പെഷ്യലാണ്. 100 പറയാൻ പറ്റില്ല, 200-നകത്ത് വരുന്ന എല്ലാ റാങ്കുകളും വളരെ സ്പെഷ്യലാണ്. കാരണം ആദ്യത്തെ അഡ്വൈസ് തന്നെ പോകാൻ പറ്റുന്നതാണ്. മറ്റുള്ളവർ കുറച്ചുകൂടെ കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് മാർക്കുകളുടെ വ്യത്യാസത്തിലാണ് താഴ്ത്തു പോയത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മിടിക്കുകയാണ്. അതിനോടൊപ്പം രണ്ടാമതൊരു സന്തോഷം കൂടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ CSEB റിസൾട്ട് തൊട്ട് 2-3 ദിവസം മുന്നേ വന്നു. അപ്പോൾ അതിൽ ഏതൊക്കെ ബാങ്കിൽ നമ്മൾ ആദ്യ റാങ്കുകളുള്ളത്? ഇരിട്ടിയിൽ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ശിവപുരം ഉണ്ട്, പിന്നെ 4ാം റാങ്കായിട്ട് കൂത്തുപറമ്പ്. അപ്പോൾ ഇങ്ങനെ മൂന്നല്ല, കൊടുത്ത എല്ലായിടത്തും ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സഹകരണ മേഖലയിൽ പഠിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാതെ പോകാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ പഠിച്ച് തെളിയണം. അതിനെങ്ങനെ തുടക്കം തൊട്ട് കൊടുക്കാൻ വരെ നമ്മൾ നിൽക്കാൻ തയ്യാറാവണം അല്ലേ, നിൽക്കാൻ തയ്യാറാവണം. അപ്പോൾ മോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മേഖലയിലോട്ട് വരുന്നത്? ഐ മീൻ ബേസിക്കലി BCom ഓപ്ഷൻ വേറെ അല്ലായിരുന്നോ? ഞാൻ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം MCom കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കോർപ്പറേഷൻ. ആരാ പറഞ്ഞ കോർപ്പറേഷൻ എഴുതാൻ? ആരും പറഞ്ഞില്ല. ഞാൻ MCom ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി കോർപ്പറേഷൻ എടുത്തവരൊക്കെ ഈ CSEB എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും നമുക്കൊരു നമുക്ക് വേറൊരു ഇതില്ല, ഗുണമില്ല. ഗുണമുണ്ട്, നമുക്ക് വല്ലാതെ പരീക്ഷകൾ എഴുതാം. പക്ഷേ നമുക്ക് ഇത്രയും വലിയൊരു മാസ് ജോലിയല്ലേ, അല്ലെങ്കിൽ മാസ് ജോലി എന്ന് പറയുമ്പോൾ ഒത്തിരി അവസരങ്ങളുള്ള ഒരു മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് കോർപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കുന്നത്. അങ്ങനെയാണ് കോർപ്പറേഷൻ അഡീഷണൽ എഴുതിയെടുത്തത്. അതുവരെ കോർപ്പറേഷനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു, ഒട്ടും പഠിക്കാതെ ഒരു സബ്ജക്റ്റ് അല്ലേ. അതിനുശേഷം അഡീഷണൽ ആയിട്ട് എഴുതിയെടുത്തു. പിന്നെയാണ് ഈ എക്സാമിലേക്കൊക്കെ വരുന്നത്. CSEB എക്സാം ആദ്യമായിട്ടൊക്കെ എഴുതുന്നത്. അപ്പോൾ ആദ്യം സഹകാരിയിൽ നമ്മുടെ കേരള ബാങ്കിനാണ് വരുന്നത്, CSEBക്ക് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ CSEBക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ട് ആക്ച്വലി എത്ര കാലമായി? ഞാൻ 2023 ജൂണിലാണ് സഹകാരിക്ക് ചേരുന്നത്. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ 24 ആയപ്പോഴത്തേക്കും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വന്നു അല്ലേ. അതും പിന്നെ കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാം കറക്റ്റ് സമയത്തായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ടൈമിങ് എല്ലാം ഒരു ടൈമിംഗ് കൂടെ സെറ്റായിട്ട് വന്നു. അപ്പോൾ മോളുടെ ആ ഒരു JCI എത്ര മാർക്കുണ്ട് ഏകദേശം? 58 ബാക്കിലോട്ടായിരിക്കും അല്ലേ കുറച്ച്. അപ്പോൾ കേരള ബാങ്കിൽ ആദ്യ റാങ്കിൽ വന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി സക്സസ് സ്റ്റോറി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം JCIക്ക് തുടങ്ങി JCIയിൽ ഇച്ചിരി ബാക്കായി പോയ ആൾക്കാർ അവിടെ നിന്ന് കുതിച്ചു കയറി വന്നതാണ് അല്ലേ. ആദ്യ റാങ്ക് ആൾക്കാരെല്ലാം അങ്ങനെയാണ്. JCIയിൽ തുടങ്ങി അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു സംശയം വന്നു, കുറച്ചുകൂടെ നന്നാക്കണമെന്ന് വിചാരിച്ചിട്ട് ആ വാശിയോടുകൂടി പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വാശിയോടെ തിരിച്ചു വരാനുള്ള ഒരു അവസരം സഹകരണ മേഖലയിലുണ്ട്. കാരണം ഒരു പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് മാക്സിമം എത്ര സമയം കിട്ടും? 3 അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ, അടുത്ത ഓപ്പർച്യൂണിറ്റി വരെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ അല്ലേ, നമ്മുടെ അവസരം വരുന്നത് വരെ, നമ്മുടെ നമ്പർ വരുന്നത് വരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഈ റാങ്ക് മോൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? അമ്മ തന്നെയാണ്. അമ്മയാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ എത്തിയത്. പിന്നെ സഹകാരി എന്താണെന്ന് വെച്ചാൽ ഞാൻ CSEB എക്സാം എഴുതാൻ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് സഹകാരിയിലേക്ക്. വേറെ എവിടെയും കോച്ചിങ്ങിനോ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ആദ്യം ഒന്ന് സെൽഫ് സ്റ്റഡി ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അത് കൊണ്ട് അങ്ങോട്ട് എത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ യൂട്യൂബിൽ ആദ്യം കണ്ടത് രാജേഷ് സാറിന്റെ ക്ലാസ് ആയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. കാരണം എന്താ പറയാ, അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു സാർ ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നതും
സഹകാരിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷമുള്ള യാത്ര ഒന്ന് ചുരുക്കി പറയാമോ? അതിന് ശേഷമുള്ള പ്രോഗ്രസ്, അപ്സ് ആൻഡ് ഡൗൺസ്? അതുവരെ എനിക്കൊരു 55 ഒക്കെ ആയിരുന്നു ജോയിൻ ചെയ്യുന്നത് വരെ. പിന്നെ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 3ാമത്തെ എക്സാം അങ്ങനെ എനിക്ക് ഫസ്റ്റ് നിലമ്പൂര് കോപ്പറേറ്റീവ് ബാങ്കിൽ കിട്ടി. അത് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളെ കേരള ബാങ്കും JCIയും വന്നത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് അങ്ങോട്ട് മൊത്തം ഷിഫ്റ്റ് ചെയ്തു, ഇംഗ്ലീഷ് മാത്സ് നോക്കാതായി. ഇല്ല, പിന്നെ അവിടെ അത് കംപ്ലീറ്റ് ബ്രേക്ക് ആയി. പിന്നെ JCI കേരള ബാങ്ക് മാത്രമായി ഫോക്കസ്. അപ്പോൾ എന്തായാലും അതിനകത്ത് എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് CSEB-യിലേക്ക് വന്നു അല്ലേ? എന്നിട്ടാണ് പിന്നെയുള്ള CSEB എക്സാം ക്ലിയർ ചെയ്തത്. ഓക്കെ, നിങ്ങൾ കണ്ടോ? നിങ്ങൾ എല്ലാ സക്സസ് സ്റ്റോറിയിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാ വെബിനാറിലും എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ജോലി കിട്ടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക. കേരള ബാങ്കിൽ അവർക്ക് അറിയാം നമുക്ക് വരുമെന്നുള്ള കാര്യത്തിൽ. അത് നമ്മളെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത്ര മാർക്ക് ഉണ്ടാകും മോളെ, നമുക്ക് ഉറപ്പാണെന്നുള്ള കാര്യം. പക്ഷേ എന്ത് ചെയ്തില്ല, പഠിത്തം നിർത്തിയിട്ടില്ല മേഘ. നമ്മളാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ നിർത്തി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നിർത്തിപ്പോകുന്നതാണ് സഹകരണ മേഖലയെ വന്ന് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആദ്യത്തെ ഒപ്പിടുന്നത് വരെ നിങ്ങളെ പഠിത്തം അവസാനിപ്പിക്കാതിരിക്കുക. ആദ്യത്തെ ഒപ്പിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തി എന്ന് നിങ്ങൾക്ക് ഉറപ്പാവണം. അതുവരെ നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യണം. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ മോളുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു എന്തൊക്കെ പഠന രീതികൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ഞാൻ ബേസിക്കായിട്ട് ഫോളോ ചെയ്തത് സഹകാരിയുടെ റൂൾസ് തന്നെയാണ്. അതായത് ഡെയിലി ഉള്ള ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കണ്ടുപോവുക, പിന്നെ വീക്കിലി വരുന്ന എക്സാം, വീക്കിലി ട്രോഫി, പിന്നെ മോഡൽ എക്സാംസ്, കൂടുതൽ എക്സാംസ് തന്നെയായിരുന്നു. അതായത് ഇനിയിപ്പോ ക്ലാസ് കാണാൻ ലേറ്റ് ആയാലും എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷകൾ എഴുതിയുള്ള പ്രിപ്പറേഷന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടെ മേഘ അത് ഉറപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളും പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് അല്ലേ? എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത്രയും ഉയർന്ന റാങ്ക് വാങ്ങിയ മേഘയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടിയെ കൊടുക്കണം അഡ്വൈസ്, അല്ലെങ്കിൽ ഒരു വഴി പറഞ്ഞൊക്കെ ഉണ്ടാവല്ലോ മേഘയ്ക്ക്? പഠിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ മടുപ്പ് വരും, തോറ്റു പോകുന്നുള്ളൊരു ഫിയർ ഒക്കെ വരും. പക്ഷെ അവിടെ വെച്ചൊന്നും നിർത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ജോലി കിട്ടുന്നവരെ എപ്പോഴാണോ അഡ്വൈസ് കൈ കിട്ടുന്നത് അതുവരെയും നമ്മളെ പ്രയത്നം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക.